ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാംവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏറെ ബഹുമാന്യരായ കോട്ടയം SNDP യോഗം യൂണിയൻ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ സദു ഉദ്യമത്തിന് നേതൃത്വം നൽകുന്ന സൈബർ സേനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 171 തിരുജയന്തി അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് മഹാഗുരുവിനെ സംബന്ധിച്ച് ഒട്ടനവധി പ്രഭാഷണങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഇന്നും പലരുടെ ഉള്ളിലും ഗുരു ആരാണ്, ഗുരു ദൈവമാണോ, ഗുരുവിനെ ആരാധിക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഗുരുവിനെ ആരാധിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗുരു ആരാധ്യൻ തന്നെയാണ് എന്ന് ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാവരും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതൊന്നും ആരായെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. ആരായതിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസ്യൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് ആശാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ഉപയോഗിച്ച് 6 മന്ത്രങ്ങളുടെ നമുക്ക് പറഞ്ഞു തരുന്നതിലും ഗുരു ദൈവം തന്നെയാണ്, ഗുരുവാണ് പൂജനീയൻ എന്ന് തന്നെയാണ്. ബ്രഹ്മം ഒരു മൂർത്തിഭാവത്തിൽ ഭൂമിയിലേക്ക് തിരുവവതാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ മറ്റാരുമല്ല എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യുക്തിവാദികളുടെ തലതൊട്ടപ്പൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഗുരുവല്ലാതെ മറ്റൊരാളും ഇല്ല ആരാധനയ്ക്ക് പാത്രീഭൂതൻ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ദിവ്യശ്രീ ഗീതാനന്ദ സ്വാമികള് സഹോദരൻ അയ്യപ്പനോട് ചോദിക്കുന്നുണ്ട്, അയ്യപ്പ, അങ്ങേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ജീവചരിത്രം എഴുതാൻ പറ്റില്ലേ എന്ന്. അയ്യപ്പൻ നൽകിയ മറുപടി ഇപ്രകാരമാണ്: എനിക്കെന്റെ ഗുരുവിന്റെ ജീവചരിത്രം എഴുതാൻ സാധ്യമല്ല, അതൊരു തുറന്ന പുസ്തകമാണ്. ഞാൻ ഒരുപക്ഷെ എന്റെ ജീവിതാന്ത്യത്തിൽ എപ്പോഴെങ്കിലും എന്റെ യുക്തിവാദം ഞാൻ മാറ്റിവെച്ചേക്കാൻ, എന്നാൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് എന്റെ ഗുരുവിനെ മാറ്റിവെക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഗുരു എല്ലാവരുടെയും മനസ്സിൽ, ആരൊക്കെയാണോ ഗുരുവിനെ ആശ്രയിച്ച് ചെന്നവര്, ആരൊക്കെയാണോ ഗുരുവിലേക്ക് ആകർഷിക്കപ്പെട്ട് ചെന്നവര്, അവരൊക്കെ ഗുരു ദൈവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഗുരു ദൈവമാകണമെങ്കിൽ സവിശേഷമായ എന്തെങ്കിലുമൊക്കെ വ്യക്തിത്വങ്ങള് മറ്റു മനുഷ്യരിൽ നിന്ന് ഗുരുവിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും മഹാഗുരുവില് അങ്ങനെ സവിശേഷമായ ഒരുപാട് വ്യക്തി വൈഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഒരു സാധാരണ അവതാരത്തിൽ നിന്നും ഗുരുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് മഹിമകൾ അവിടത്തേക്കുണ്ടായിരുന്നു. നടരാജ ഗുരുവിന് ഒരിക്കൽ തൃപ്പാദങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവചരിത്രം എഴുതാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഗുരു ഇപ്രകാരമാണ് അരുളി ചെയ്തത്: നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ ആളുകൾ വിശ്വസിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധാരണ മനുഷ്യന്റെ യുക്തിക്കും ചിന്തയ്ക്കുമൊക്കെ അപ്പുറം നിൽക്കുന്നതാണ് മഹാഗുരുവിന്റെ അതിവ്യമായ പ്രഭ, ആ മഹിമാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ള മഹാഗുരുവിന്റെ ഐശ്വര്യത്തെ കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്.
അഷ്ട ഐശ്വര്യ സിദ്ധി മഹാഗുരുവിൽ പ്രകടമായി നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു സാധാരണ മനുഷ്യന് അവന്റെ ചിന്തകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന മഹാഗുരുവിന്റെ ആ പ്രഭാവം ആ അഷ്ടൈശ്വര്യ സിദ്ധിയിലൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അഷ്ടമെന്ന് പറഞ്ഞാൽ 8 ഈ 8 ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. ഇങ്ങനെ 8 ഗുണങ്ങളാണ് ഒരു അവതാരത്തിൽ, ഒരു ദൈവം എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ. കാരണം സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കത് അത്ഭുതം എന്ന് പറയുന്നത്. ചില ആളുകൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും അത് ആർക്കും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചിന്തയിലുള്ളവരാണ്. എന്നാൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മഹത്തുക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും പ്രകാശ സ്വരൂപമായി നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്ന് ഗുരുവിന്റെ അരുള് പോലെ ഇന്നും ജനലക്ഷ്യങ്ങളുടെ വിജയത്തിന് പ്രാത്രീഭൂതനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആ മഹിമാവ് ഇന്ന് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകമുള്ളിടത്തോളം കാലം ഗുരു എല്ലാവരുടെയും ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഗുരുവിന്റെ അണിമ എന്ന ഒരു ഗുണം നമുക്ക് ആദ്യം നോക്കാം. അങ്ങനെ ഒരു സിദ്ധി മഹാഗുരുവിന് ഉണ്ടായിരുന്നോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അണുമ എന്ന് പറഞ്ഞാൽ അണുവിനോളം ചെറുതാകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നമുക്കൊക്കെ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റുമോ മറ്റൊരാൾ കാണാത്ത രൂപത്തില്? എന്നാൽ ഗുരുവിന് അങ്ങനെ ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ച ഒരുപാട് ഗൃഹസ്ഥരും സന്യസ്തരുമായ ശിഷ്യന്മാരും ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മഹാഗുരുവിന്റെ ഈ സിദ്ധി വൈഭവത്തെ കുറിച്ച്. ഒരിക്കൽ തൃപ്പാദങ്ങളെ ഒരു മുറിയിൽ അടച്ചിട്ടതിന് ശേഷം ഭഗവാനിൽ ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടോ എന്ന് പരീക്ഷിച്ചറിയണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവിടുത്തെ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ തൃപ്പാദങ്ങളെ സമീപിച്ചത്. തൃപ്പാദങ്ങളോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്: തൊട്ടടുത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടത്തേക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാം ഞങ്ങൾ ഒരുക്കി വെക്കും. അവിടുന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ ഇരിപ്പിടത്തിൽ തൃപ്പാദങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊരു പ്രാർത്ഥനയാണ് അവർ ഭഗവാനിൽ സമക്ഷം വെച്ചത്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണോ? ആവാമല്ലോ എന്ന് പറഞ്ഞു. അപ്രകാരം തൃപ്പാദങ്ങളെ ഒരു മുറിയിൽ അടച്ച് ആ മുറി പൂട്ടി താക്കോലും കൊണ്ട് ആ ഭക്തര് ആ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരവിടോട്ട് നടന്നു ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച വളരെ അത്ഭുതമുള്ള കാഴ്ചയായിരുന്നു. കാരണം അവിടെ ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഉപവിഷ്ടനായിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് ഒരുക്കി വെച്ച ഇരിപ്പിടത്തില് തീർച്ചയായിട്ടും അവർ അത്ഭുതത്തിൽ കൊണ്ട് അവർക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല. തൃപ്പാദങ്ങൾ പക്ഷെ ഇപ്രകാരം പറയുന്നുണ്ട് അവരോട്: മേലിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടരുത് എന്നവർക്കൊരു നിർദ്ദേശം ഗുരു നൽകുന്നുണ്ട്. കാരണം ഒരിക്കലും ഗുരു ഒരു സിദ്ധി കാണിച്ച് മറ്റൊരാളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവിടുന്നേക്ക് എന്ത് ചെയ്താലും, ചിലപ്പോൾ ഒരു പഴം കൊടുത്ത് അല്ലെങ്കിൽ അല്പം ഭസ്മം കൊടുത്ത് ഒരു രോഗം മാറ്റുക, അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഭക്തർക്ക് നൽകിയാലും ഗുരു പ്രകാരമാണ് മൊഴിയുന്നത്. അതൊക്കെ മുഹൂർത്ത ചികിത്സയാണെന്ന്. അതല്ലാതെ ഒരിക്കലും ഭഗവാന്റെ വൈഭവമാണെന്നും ഭഗവാന്റെ ശക്തി കൊണ്ടാണ് അതൊക്കെ സാധിച്ചതെന്ന് ഗുരു ഒരിക്കലും പറയാറില്ല. അതിനൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഹരിചന്ദ്രോപാഖ്യായം എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതി മലയാളത്തിലേക്ക് എഴുതാൻ വേണ്ടി മൂലൂർ പത്മനാഭ പണിക്കർ ശ്രമിച്ചു. അത് കുറച്ചൊക്കെ ഭാഷാ പരിവർത്തനം നടത്തിയതിനു ശേഷം അദ്ദേഹം എഴുത്ത് നിർത്തിവെച്ചു. ഒരിക്കൽ തൃപ്പാദങ്ങൾ മൂലൂരിനോട് ചോദിച്ചു, എവിടം വരെയായി വ്യാഖ്യാനമൊക്കെ എന്ന്. അപ്പോൾ മൂലൂർ ഇപ്രകാരം പറഞ്ഞു: വ്യാഖ്യാനം നടക്കുന്നതേ ഉള്ളൂ, അതൊന്നും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു ആശീർവാദ പദ്യം കിട്ടിയാൽ ഒരുപക്ഷെ എനിക്ക് അത് നന്നായി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഗുരു ഭക്തന്റെ പ്രാർത്ഥന ഒരിക്കലും ഭഗവാൻ കൈക്കൊള്ളാതിരിക്കത്തില്ല. ആ മഹാഗുരു കാരുണ്യപൂർവം ഒരു 4 വരി ശ്ലോകം അനുഗ്രഹ വചസ്സായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂലൂരിന്. അതിനുശേഷം ആലുവയിൽ വെച്ച് തൃപ്പാദങ്ങളെ മൂലൂര് കാണുകയും മൂലൂരിനോട് ചോദിച്ചത് വ്യാഖ്യാനം എവിടം വരെയായി? അപ്പം മൂലൂര് വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു,
തൃപ്പാദങ്ങളുടെ ആശീർവാദ പദ്യം ലഭിച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് ആ വ്യാഖ്യാനം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. സാധാരണ ഏതൊരു വ്യക്തിയാണെങ്കിലും എന്താണ് പറയുന്നത്, ഓഹോ അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ, നമ്മുടെ ആശീർവാദം അത്രയ്ക്ക് മഹത്തരമാണ്, അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്ര മനോഹരമായി എഴുതാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു പുകഴ്ത്തൽ നടത്തും. എന്നാൽ തൃപ്പാദങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. അവിടുന്ന് മുരുകനോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ആശീർവാദ പദ്യം കിട്ടിയപ്പോൾ ആശീർവാദ പദ്യം എഴുതി തന്ന ആൾക്ക് കുറവുണ്ടാകരുത്, അയാൾക്ക് മോശം വരരുതെന്ന് വിചാരിച്ച് മുഴുവൻ ഉത്സാഹത്തോടുകൂടി പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് വ്യാഖ്യാനം വളരെ എളുപ്പത്തിൽ സാധിച്ചതെന്ന്. അത് മൂലൂരിന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്രകാരം ഗുരു എപ്പോഴും അവിടുത്തെ സിദ്ധിയെ കൊണ്ടാണ് ഇപ്രകാരം ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവർ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇത്രമാത്രം പ്രവൃത്തികള് ആയുസ്സും വവസ്സും ബലി ചെയ്ത് ആത്മ തപസ് പോലും ബലി ചെയ്തു എന്ന് കുമാരനാശാൻ നമ്മളോട് പറഞ്ഞല്ലേ. ഇങ്ങനെ ഇത്രയും പ്രവൃത്തി ചെയ്തിട്ട് ഈ ഗുരുവിനോട് ടാഗോർ പറയുന്നുണ്ട്, അവിടുന്ന് ഒരുപാട് പ്രവൃത്തി ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടാഗോറിനോട് പറഞ്ഞ മറുപടി എന്താണ്, നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് അതിനുള്ള ശക്തി ഇല്ലല്ലോ എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും മഹാഗുരു ഒരിക്കലും അവിടുത്തെ സിദ്ധി പ്രകടമായി ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ അണിമ എന്ന സിദ്ധി മഹാഗുരുവിന് ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. പെട്ടെന്ന് ഗുരു ഒരിടത്തിരിക്കുകയും ആരും കാണാതെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വൈഭവം ഗുരുവിനുണ്ടായിരുന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ സമയത്തൊക്കെ അപ്രകാരമാണ് ഗുരു ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റാരും കാണാതെ ഗുരുവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഗുരു മറ്റാരും കാണാതെ തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുകയും അതുപോലെ തന്നെ ആ പ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുരുവിന്റെ അണിമ എന്ന മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരുവിനും ഉണ്ടായിരുന്ന രണ്ടാമത്തെ സിദ്ധി നമുക്ക് പരിശോധിക്കാം, മഹിമ എന്ന സിദ്ധി. ആ ഒരു ശക്തി എന്ന് പറയുമ്പോൾ സ്വയം പർവ്വതത്തോളം വലുതാകാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. സ്വന്തം ശരീരത്തെ പർവ്വതത്തോളം വലുതാക്കാൻ പറ്റുന്ന ഒരു സിദ്ധി. ഇത് ധർമാനന്ദജി സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് നേരിട്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊരു ചരിത്രം എഴുതിയപ്പോൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ തൃപ്പാദങ്ങളോടൊപ്പം രാത്രിയിൽ അരുവിപ്പുറത്ത് ഉറങ്ങിയതിനു ശേഷം അർദ്ധരാത്രി സമയത്ത് ഗുരുവിനെ കാണാതെ ഭഗവാനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ പാറയുടെ പുറത്ത് പർവ്വതാകാരനായി നിൽക്കുന്ന ഗുരുവിനെയാണ് കണ്ടത്. തീർച്ചയായിട്ടും ആ കാഴ്ച അദ്ദേഹത്തിന് വളരെ പരിഭ്രമം ഉണ്ടാക്കുകയും പരിഭ്രമത്തോടുകൂടി തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഗുരു അതിനുശേഷം അടുത്ത് വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഈ ധർമാനന്ദജിയെ പിന്നീട് ഗുരു അടുത്ത് വരുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന പോലെ അദ്ദേഹം കണ്ണടച്ച് കിടക്കുകയോ ചെയ്യുന്നു. കുറെ സമയം കഴിയുമ്പോഴാണ് തൃപ്പാദങ്ങൾ അടുത്ത് ചെല്ലുന്നത്. അടുത്ത് ചെല്ലുമ്പോൾ പറയും, മേലിൽ നമ്മെ അന്വേഷിച്ച് രാത്രിയിലൊന്ന് വന്നേക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന മഹാഗുരുവിന്റെ വത്സല ശിഷ്യന് ഭൈരവൻ ശാന്തികള്, ശാന്തി സ്വാമികൾ എന്ന് വിളിക്കപ്പെടുന്ന സ്വാമികള് ഒരിക്കലും അരുവിപ്പുറത്ത് വെച്ച് ഇതുപോലെ തന്നെ തൃപ്പാദങ്ങളെ രാത്രിയിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് സുബ്രഹ്മണ്യ ഭഗവാനോട് സംവദിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശരീരം, വലിയ വലിപ്പത്തിലുള്ള ആ ശരീരം, ബൃഹത്തായ ആ ശരീരമാണ് കാണുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഭൈരവൻ ശാന്തികൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടു എന്ന് പറയുമ്പോഴാണ് പറഞ്ഞത്, എന്നാൽ ദീർഘായുസായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഗുരുവിന് വളരെയധികം വാത്സല്യം ഉണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു ഭൈരവൻ ശാന്തികള്. കാരണം ഒരു പരിഭവവും ഇല്ലാതെ സമർപ്പണ ഭാവത്തോടുകൂടി ഭക്തിഭാവത്തോടുകൂടി മഹാഗുരു ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ആ ഭൈരവൻ ശാന്തികളെ വളരെയധികം വാത്സല്യമായിരുന്നു ഗുരുവുണ്ടായിരുന്ന ആ ശാന്തികളോട്. ഈ രണ്ട് സംഭവങ്ങളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് അവിടുത്തെ ശരീരത്തെ പർവ്വതത്തോളം വലിപ്പം ഉണ്ടാക്കുവാൻ ഉള്ള കഴിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുക എന്നൊരവസ്ഥയാണ് ലഘിമ എന്ന് പറഞ്ഞാൽ. ഒരു അപ്പൂപ്പൻ താടിയുടെ കനം പോലും ഇല്ലാതെ വളരെ നേർത്ത രീതിയിൽ ശരീരം ആക്കാനുള്ള കഴിവ് ഭഗവാൻ ഉണ്ടായിരുന്നു. ഈ ഒരു കഴിവും
ഗരിമ എന്ന് പറഞ്ഞാൽ ആ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. ഈ ഒരു കഴിവുകൾ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ശിവഗിരി മഠത്തിന്റെ മഠാധിപതി വരെ ആയിത്തീർന്ന ദിവ്യശ്രീ മാധവാനന്ദ സ്വാമികള്. മാന്നാനം സ്വദേശിയായ സ്വാമികൾ സ്വന്തം അനുഭവത്തിലൂടെ ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ശിവഗിരിയിൽ മഹാഗുരുവിന്റെ രക്ഷാവണ്ടി വലിച്ചു നടക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാനെ റിക്ഷയിലിരുത്തി വലിച്ചുകൊണ്ടു പോകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാപുരുഷനായിരുന്നു ദിവ്യശ്രീ മാധവാനന്ദ സ്വാമികള്. സ്വാമികൾ വിചാരിച്ചു, എന്നും ഞാൻ ഗുരുവിന്റെ അടുത്ത് ചെന്നാണ് ഗുരുവിനെ റിക്ഷയിലിരുത്തി വളരെ അനായാസം വലിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ന് എന്തായാലും ഗുരു എന്റെ അടുത്തോട്ട് വരട്ടെ, റിക്ഷയുടെ അടുത്തോട്ട് വരട്ടെ, അങ്ങനെ ഒന്ന് വിചാരിച്ചിരുന്നു. എല്ലാം അറിയുന്ന ഭഗവാന് ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കിൽ അണഞ്ഞാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കണമെന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മഹാഗുരു അവിടുത്തെ ശിഷ്യന്റെ ഉള്ളിലുണ്ടായ ഈ ഒരു തെറ്റായ ചിന്ത ആ ലാക്കിൽ തന്നെ ഭഗവാൻ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഭഗവാൻ ഒട്ടും വൈകാതെ തന്നെ മനമറിഞ്ഞ്, നമ്മൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആരുടെ അടുത്ത് ചെല്ലിയെന്ന് മാധവാനന്ദ സ്വാമികളുടെ അടുത്ത് ചെന്ന് റിക്ഷയിൽ കയറിയിരുന്നു. മാധവാനന്ദ സ്വാമികൾ ആ റിക്ഷായി ഒന്ന് അനക്കാൻ നോക്കി. അത് അനങ്ങുന്നില്ല. എപ്പോഴും താൻ അനായാസം വലിച്ചുകൊണ്ട് നടക്കുന്ന ആ റിക്ഷ ഒന്ന് അനക്കാൻ പോലും മാധവാനന്ദ സ്വാമികൾക്ക് സാധിച്ചില്ല. അപ്പോൾ തന്നിലുണ്ടായ അഹങ്കാരത്തെ മനസ്സിലാക്കുകയും മഹാഗുരുവിന്റെ ശ്രീപാദങ്ങളിൽ തന്നെ സമർപ്പിച്ച് തനിക്കുണ്ടായ തെറ്റ് തിരുത്തണമെന്ന് പശ്ചാത്താപം ഏറ്റവും വലിയ പാപപരിഹാരം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്താപം ഗുരുവിന്റെ സമക്ഷം സമർപ്പിച്ചപ്പോൾ തൃപ്പാദങ്ങൾ അവിടുത്തെ ആ ശരീരം വളരെ വർദ്ധിച്ച ആ ശരീരം, ആ ഗരിമയിൽ നിന്ന് ആ ശരീരത്തെ ലഘിമയാക്കി വളരെ ഒരു അപ്പൂപ്പൻ താടി, ഒരു പൂവിന്റെ കനം ആക്കി ആർക്ക് കൊടുത്തു? മാധവാനന്ദ സ്വാമികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാധവാനന്ദ സ്വാമി അനുഭവിച്ചറിഞ്ഞു ഗുരുവിന്റെ ലഘിമയും ഗരിമയും ഒരേ സമയം തന്നെ. മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം വളരെ വ്യസനത്തോടുകൂടി മാധവാനന്ദ സ്വാമികള് ശിഷ്യഗണങ്ങളോട്, ആ ശിവഗിരിയിലെ അന്തേവാസികളോട് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാ പറയുന്നത്. അത് അഡ്വക്കേറ്റ് പി മാധവൻ നായർ തന്റെ ഒരു കവിതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതല്ലേ, നേരിട്ട് കണ്ടവർ പോലും നേരെ അറിഞ്ഞില്ല തന്നെയെന്ന്. കാരണം നമ്മുടെയൊക്കെ കാഴ്ചകൾക്കും നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറത്താണ് മഹാഗുരുവിന്റെ ആ അത്ഭുത സിദ്ധി എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധനാണ്, ബാലർക്ക് ബാലനാണ്, യോഗീന്ദ്രർക്ക് യോഗീശ്വരൻ അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ആ ഒരു സ്വഭാവ മഹിമ ഗുരുപാദ ദശകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് കുമാരനാശൻ. വൃദ്ധന്മാർ ഓർക്കും, എന്നെപ്പോലെ ഒരു വൃദ്ധനാ. കുട്ടികൾ ഓർക്കും, എന്നെപ്പോലെ ഒരു ബാലന. കുട്ടികളുടെ അടുത്തിൽ കുട്ടികളോട് പഠിക്കുന്നതിനെ കുറിച്ചും ഏറ്റവും സ്നേഹത്തോടെ പെരുമാറും. അങ്ങനെ ആരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവരിൽ ഒരാളായി തീരാനാണ് ഗുരു ശ്രമിക്കുന്നത്. ഒരിക്കലും അവിടുത്തെ മഹത്വം മറ്റൊരാളോട് വെളിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവിടുന്ന് വലിയ സംഭവമാണെന്ന്, നമ്മളൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞു, ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്ക് ഗുരു ഒരിക്കലും അങ്ങനെ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഗുരുവിന് ഇപ്രകാരം അവിടുത്തെ ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ അവിടുത്തെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ സാധിച്ചു. ശിഷ്യൻ മനസ്സിൽ വിചാരിച്ച കാര്യമല്ലേ ഗുരു ചെയ്തു കാണിച്ചത്. ഇതേക്കുറിച്ച് ജീവിത സമരം എന്ന് പറയുന്ന ആത്മകഥയില് സഹോദരൻ സി കേശവൻ, സഹോദരൻ അയ്യപ്പനല്ല, സി കേശവൻ, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, യുക്തിവാദികളുടെ തലതൊട്ടപ്പൻ എന്ന് തന്നെ പറയാം. അയ്യപ്പനെ പോലെ തന്നെ, സഹോദരൻ അയ്യപ്പനെ പോലെ തന്നെ സി കേശവനും ഒക്കെ അവരുടെ യുക്തിക്ക് നിരക്കുന്നവർ, അവര് കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുന്ന മനുഷ്യരായിരുന്നു. അങ്ങനെയുള്ള സി കേശവൻ ജീവിത സമരം എന്ന് പറയുന്ന തന്റെ ആത്മകഥയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: കഴുകന്റെ കണ്ണിനേക്കാൾ വളരെ മൂർച്ചയേറിയതാണ് മഹാഗുരുവിന്റെ നേത്രങ്ങൾ എന്ന്. നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്കാണ് ആ നോട്ടം വരുന്നത്. അതിനെക്കുറിച്ച് ടാഗോർ പറയുന്നത് എന്താണ്? അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ എന്നാ പറഞ്ഞത് അല്ലേ. എന്നാൽ യുക്തിവാദിയായ സി കേശവൻ പറഞ്ഞ എന്താണ്? കഴുകന്റെ കണ്ണുപോലെ
എത്ര ഉയരത്തിൽ പറന്നാലും തന്റെ ഇരയെ ആ താഴെ കണ്ടെത്താൻ ആർക്ക് സാധിക്കും? കഴുകന് സാധിക്കും. കഴുകന്റെ കാഴ്ച അത്രയ്ക്ക് തീക്ഷ്ണമാണല്ലേ. അപ്പൊ അതുപോലെയാണ് പറയുന്നത്. ഒരിക്കൽ ഗുരുവിനെ കാണാൻ ചെന്നപ്പോൾ സി കേശവൻ വിചാരിച്ചു, ഗുരു എന്തിനാണ് എപ്പോഴും പണക്കാരുടെ വീട്ടിൽ തന്നെ ചെല്ലുന്നത്? അവരുടെ ഈ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയ്യപ്പനല്ല സി കേശവൻ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഗുരു ഇങ്ങനെ പറഞ്ഞു, കേശവൻ വിചാരിക്കുന്നുണ്ടാവാം നാം എന്തിനാണ് ഈ പണക്കാരുടെ അടുത്ത് ചെന്ന് പോകുന്നെന്ന്. നാം ചെല്ലുമ്പോൾ അവര് പണം നമുക്ക് തരും. അപ്പൊ ആ പണം കൊണ്ട് നമുക്ക് ലോകോപകാരമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നാം അങ്ങോട്ട് ചെല്ലുന്നത്. തരാത്തവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് തരും. ചില ആളുകൾ അങ്ങനെയല്ലേ, ചില ആളുകൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ചെല്ലാതെ തരത്തില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഗുരു ഇവിടെ കേശവനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കേശവന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ കാര്യം ആര് പറഞ്ഞു? ഗുരു നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അണിമ, മഹിമ, ലിഖിമ, ഗരിമ, ഈ 4 ഗുണങ്ങൾ, അഷ്ടൈശ്വര്യ സിദ്ധിയിൽ ഈ 4 ഗുണങ്ങൾ പ്രകടമായി മഹാഗുരുവിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇനി 5-മത്തേതായിട്ട് നമുക്ക് പറയാം ഈശിത്വം എന്ന ഒരു ശക്തി, ഒരു ഗുണം. അതായത് എല്ലാവർക്കും നാഥനായിരിക്കുക എന്നൊരു ഗുണമാണ്. അതായത് ആരെയും ആകർഷിക്കുന്ന സ്വഭാവസിദ്ധി. ആരുടെ അടുത്ത് ചെന്നാലും അവരൊക്കെ ഗുരുവിന്റെ ഭക്തരായി തീരുകയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ഗുരുവിനോടൊരു ആകർഷണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിദ്ധിയാണ് ഈശിത്വം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും സാധിക്കുമോ? അതെല്ലാവർക്കും സാധിക്കത്തില്ലാത്ത ഒരു ഗുണം തന്നെയാണ്. സത്യവ്രത സ്വാമികള്, നമ്മളെ സത്യവ്രത സ്വാമി ദിലസി സത്യമത സ്വാമികളുടെ അനുസ്മരണം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് സ്വാമികളെ കുറിച്ചൊന്ന് ചിന്തിക്കാം. സ്വാമികള് ഗുരുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നയാളാണ്. ഏറ്റവും കൂടുതൽ ജാതി പുലർത്തിക്കൊണ്ടിരുന്ന ആളാണ് സത്യവ്രത സ്വാമികൾ. ആ സത്യവ്രത സ്വാമികൾ തൃപാദങ്ങളെ ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് ആലുവയില്. കണ്ട മാത്രമേ തന്നെ തന്റെ ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതെല്ലാം അലിഞ്ഞില്ലാതായി തീരുകയാണ്. അഹന്തയെല്ലാം ഇല്ലാതായി തീർന്ന മഹാഗുരുവിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. സത്യവ്രതന്റെ അത്രയും ജാതി നമുക്ക് പോലും പോയിട്ടില്ല എന്നാണ് ഗുരു അരുളി ചെയ്തത്. അത്രമാത്രം സത്യവ്രതന്റെ ആ നല്ല മനസ്സ്, അങ്ങനെ ഒരു നല്ല മനസ്സ് സത്യവ്രതൻ എങ്ങനെയാണ് കിട്ടിയത്? മഹാഗുരുവിനെ ദർശിച്ചതുകൊണ്ട്, ആ മഹാഗുരുവിനെ സമർപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആരാണോ ഗുരുവിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നത് അവരൊക്കെ ഗുരുവിന്റെ ഭക്തരായി തീരുകയാണ് ചെയ്യുന്നത്. മഹാഗുരു അനന്തരഗാമിയായി വാഴിച്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാഗുരുവിനെ ദർശിക്കാൻ ചെന്നപ്പോൾ മഹാഗുരുവിനെ ചോദ്യം ചെയ്യാനാണ് ചെന്നത്. ഇങ്ങനെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന, തനിക്ക് മുകളിൽ ഒരു ജാതിയില്ല, തനിക്ക് താഴെ ഒരു ജാതിയില്ല, താൻ ജാതിയിൽ ആരുടെയും പുറകിലല്ല എന്ന് ഉദ്ഘോഷിച്ച ധർമ്മപട സംഘടന ഉണ്ടാക്കിയ, ആരടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്ന അത്രയും ധീരതയുള്ള ആ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികള് അന്ന് ബോധാനന്ദ ഗിരിയ എന്ന ഗുരുവിനെ കാണാൻ ചെല്ലുമ്പോൾ ഈശ്വരാനന്ദ മണ്ഡലേശ്വർ എന്ന് പറയുന്ന ശങ്കര പരമ്പരയിൽ നിന്നാണ് സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. കാശിയിലൊക്കെ സന്യാസിയായിരുന്നതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ധർമ്മപട സംഘടനയൊക്കെ രൂപീകരിച്ചത്, ജാതിക്കെതിരെ പോരാടാൻ വേണ്ടി. അപ്പോഴാണ് ഒരു ക്ഷേത്രം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് വിചാരിച്ചപ്പോഴാണ് വരുന്ന തെക്ക് നിന്ന് ഒരു സന്യാസി എവിടെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവിനെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരു അല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായ അരനൊടി 1000 ആണ്ട് പോലെ തോന്നുമെന്ന് പറഞ്ഞു. ആ പരയുടെ പാല് നുകർന്ന ആ മഹാഗുരുവിന്റെ സമക്ഷം ചെന്നു കഴിഞ്ഞപ്പോൾ തനിന്റെ എല്ലാം തിന്മകളും തനിന്റെ എല്ലാ സംശയങ്ങളും അലിഞ്ഞലിഞ്ഞില്ലാതായിത്തീരുന്ന ഗുരുവിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെയാണ് മഹാഗുരുവിന്റെ ലോകത്തിലെ ആദ്യത്തെ പഞ്ചലോക പ്രതിഷ്ഠ നടന്നത്. വിഗ്രഹ രൂപത്തില് മഹാഗുരു സശരീരനായിരിക്കുമ്പോൾ തന്നെ 1927 മാർച്ച് 13 തലശ്ശേരിയുടെ മണ്ണില് ടവറലി എന്ന് പറയുന്ന ഇറ്റാലിയൻ ശില്പിയ നിർമ്മിതമായ മഹാഗുരുവിന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. ഒന്ന് ഓർത്തു നോക്കി എത്ര വിരോധാഭാസമാണെന്നത്. തീർച്ചയായും ഇതൊക്കെ മഹാഗുരുവിന്റെ അത്ഭുത വൈഭവമല്ലാതെ മറ്റെന്താണ് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്?
ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞ ആളെ തനിക്ക് വശംവദനാക്കി ആ മഹാഗുരുവിന്റെ തന്നെ ആ ദിവ്യ കളേബരം പ്രതിഷ്ഠ നടത്തി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ആര് ഭഗവാനെ ആശ്രയിച്ച് ചെല്ലുന്നുണ്ടോ അവരെല്ലാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആര് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഗുരുവിന് വശംവദരാകുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഗുരു ബാഗ്ഭടാനന്ദ ഗുരു, അദ്ദേഹം ഗുരുവിനോട് നടത്തിയ സംവാദങ്ങൾ സുപരിചിതമാണ്. ഗുരുവിനെ ചോദ്യം ചെയ്യാനും ഗുരുവിനോട് വാഗ്വാദത്തിനുമാണ് ചെന്നത്. എന്നാൽ അവരെയൊക്കെ നമുക്ക് ഗുരുവിന്റെ അഭിപ്രായം അല്ല എന്ന് പറഞ്ഞ ആളോട് ഗുരു എന്താണ് പറഞ്ഞത്? നമുക്ക് കുഞ്ഞിക്കണ്ണന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞത്. അവിടെ ഒരു വാഗ്വാദമില്ല. ഇപ്രകാരം സമന്വയത്തിന്റെ ഒരു ഭാവം കൂടെ ഗുരുവിലുണ്ടായിരുന്നു. ഒരാളോടും ഗുരു വാഗ്വാദത്തിന് പോയില്ല. എല്ലായിടത്തും ഗുരു ഒരു സമന്വയ ഭാവമാണ് നൽകിയത്. അപ്പോൾ അങ്ങനെ ആരെയും ആകർഷിക്കുന്ന ഒരു സിദ്ധി വൈഭവം ഗുരുവിന് തീർച്ചയായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശിത്വം എന്ന ആ ഗുണം ഗുരുവിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. ഇനി 6ാമത്തെ ഗുണമാണ് വശിത്വം എന്ന് പറയുന്നത്. അതായത് പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പറഞ്ഞ വശിത്വം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് നിയാമകനായിരിക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ ആ പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ. തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ശ്രീനാരായണ ഗുരുദേവന്റെ വാസ്തവം അറിയാൻ വേണ്ടി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ നിയോഗിക്കുന്നുണ്ട്. ഗുരു ആരാണെന്ന് അറിയാൻ വേണ്ടി. ഇന്നത്തെ പോലെ കമ്മീഷനെയൊക്കെ വെക്കത്തില്ലേ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി? അന്ന് ആ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ആത്മീയ ഔന്നിത്യം അറിയാൻ വേണ്ടി അവർ ചെയ്തത് എന്താണ്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ വിളിച്ചു. അവര് വേദങ്ങൾക്ക് ഉപനിഷത്തുകൾക്കും ഒക്കെ അതിന്റെ അങ്ങേയറ്റം പഠിച്ച് മനസ്സിലാക്കിയവരാണ്. അവർ ഗുരുവിന്റെ ആത്മോപദേശകം എന്ന് പറഞ്ഞ കൃതി പഠിച്ചതിന് ശേഷം ഒറ്റ വരിയാണ് എഴുതി കൊടുത്തത്. നമ്മുടെയൊക്കെ ഇവിടെ കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു വലിയ സൂട്ട് കേസിനകത്ത് അവര് ഒരു 500-1000 പേജുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് കൊണ്ടുവരുന്നത്. ആ റിപ്പോർട്ട് മിക്കവാറും ആ സൂട്ട് കേസിനകത്ത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനകത്ത് എന്താ നമുക്കൊട്ട് അറിയാനും പറ്റത്തില്ല അല്ലെ? എന്നാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അങ്ങനെയല്ലേ ചെയ്തത്. ശ്രീനാരായണ ഗുരുദേവൻ നിയമനല്ല നിയാമകനാണെന്നാണ് പറഞ്ഞത്. ഗുരുവിന്റെ മുന്നിൽ ഗുരു കോടതി ചെല്ലണമെന്ന് പറഞ്ഞൊരു കേസ് വന്നപ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്താ പറഞ്ഞ? ഗുരു നിയമനല്ല നിയാമകനാണ്. ഒരു നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ട ഒരാളല്ല, മറിച്ച് ഗുരു നിയമത്തെ സൃഷ്ടിക്കുന്നവനാണ്. തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ പരിവർത്തനത്തിന് നാന്ദി കുറിച്ചത് മഹാഗുരുവിന്റെ ദിവ്യമായ സന്ദേശങ്ങളും ദർശനവും തന്നെയാണെന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കാ ഉള്ളത്? ഈ പഞ്ചഭൂതങ്ങളുടെ നിയാമകന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരാൾക്ക് സാധിക്കത്തില്ല. അതിന് നമുക്ക് ഉദാഹരണം പറയാം. ഗുരു സങ്കല്പിക്കുമ്പോൾ മഴ പെയ്യുന്ന സന്ദർഭമുണ്ട്. കൊട്ടിയൂരിലേക്ക് ഇളനീർ തീർത്ഥാടനം കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്ന തലശ്ശേരിക്കാർക്ക് ചീത്ത വിളിച്ചുകൊണ്ടാണ് കൊട്ടിയൂർ മഹാദേവൻ അവര് ഇളനീർ അഭിഷേകത്തിന് പോകുന്നത്. ഗുരു എന്ത് ചെയ്ത് ആ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ച് മഹാഗുരു തലശ്ശേരിയിൽ ജഗന്നാഥനെ തന്നിട്ടുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ക്ഷേത്രത്തിന് ഗുരു ജഗന്നാഥൻ എന്ന് പേരിട്ടത്. കാരണം ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യർക്കും ആ കാലഘട്ടത്തിലും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രം. ഗുരു ആ പേര് തന്നെയാണ് തലശ്ശേരിയിൽ ജഗന്നാഥൻ എന്ന പേര് കൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ട് നൽകിയത്. തീർച്ചയായിട്ടും കൊട്ടിയൂരിലേക്ക് ഇളനീരഭിഷേകം നടത്തുന്ന ആളോട് ഗുരു ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തലശ്ശേരി ജഗന്നാഥന് അഭിഷേകം നടത്താൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, കൊട്ടിയൂര് ഇളനീർ അഭിഷേകം നടത്തുന്ന സമയത്ത് അതിശക്തമായി മഴയുണ്ടായി. മഴയിൽ കുളിച്ചാണ് ഞങ്ങള് കൊട്ടിയൂര് ഇളനീർ അഭിഷേകത്തിന് പോകുന്നെന്ന്. ഗുരു നൽകിയ മറുപടി ഇപ്രകാരമാണ്: കൊട്ടിയൂര് മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ പെയ്യും? തലശ്ശേരിയിലും മഴ പെയ്തിരിക്കും. അത് ഗുരു നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മളിൽ ഉറയ്ക്കേണ്ടത്. മഹാഗുരുവിന് അസാധ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന തിരിച്ചറിവ് എന്ന് നമ്മളിൽ ഉണ്ടാകുന്നോ അന്ന് നമ്മുടെ ഓട്ടം തീരും. അന്നാണ് ദൈവദശകത്തിന്റെ മഹത്വം നമ്മൾ അറിയുന്നത്. ഒന്നൊന്നായി എണ്ണി എണ്ണി
തൊട്ടൊണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമായിരിക്കണമെന്ന ആ മഹത്തായ ദർശനം, ആ അദ്വൈത ദർശനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഉപനിഷത്ത് സമാനമായ ഉപനിഷത്ത് തന്നെയായ ദൈവോപനിഷത്തിലൂടെ മഹാഗുരു നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് അനുഭവിച്ച് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ നമുക്ക് അറിയാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഗുരുവിന് വശഗതനായിരുന്നു. ഇളനീര് കൊണ്ട് തലശ്ശേരിയിൽ ചെന്നപ്പോൾ അതിഭയങ്കരമായ മഴയുണ്ടാകുകയും മുട്ടോളം വെള്ളത്തിൽ നീന്തിയാണ് ജഗന്നാഥൻ അവർ ഇളനീർ അഭിഷേകം നടത്തുന്നത്. അന്ന് മൂർക്കോത്തുകുമാരൻ എന്ന് പറയുന്ന മഹാഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ മഹത് വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ. അവരൊക്കെ യഥാർത്ഥ യുക്തിവാദികൾ തന്നെയാണ്. അവരുടെയൊക്കെ യുക്തിവാദം എന്ന് പറയുന്ന അവർക്ക് അവരുടെ യുക്തിക്ക് തിരക്കാത്ത കാര്യം അവരെ അംഗീകരിക്കത്തില്ല. സ്വന്തം കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാതെ അവിശ്വസനീയമായ കാഴ്ചകൾ കണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്കും. അന്ന് ആദ്യമായി മഹാഗുരുവിന്റെ ശ്രീപാദങ്ങൾ വെട്ടിയിട്ട വാഴത്തോട പോലെ വീണു എന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ രേഖകൾ ഇതൊക്കെ. അപ്പൊ ഇപ്രകാരം പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കാൻ ഗുരുവിന് സാധിക്കുമായിരുന്നു. വൈക്കാട്ട് ശങ്കരന്റെ വീട്ടിൽ കടത്തിരമാലകൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ആ വീട് പറമ്പുമെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന അവസരത്തിൽ ദീർഘമായ ആ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയുക, കടലിനെ ഗുരു ശാന്തമാക്കിയത്, കാറ്റിനെ ശാന്തമാക്കിയ, കാറ്റുണ്ടേലല്ലേ തിരയുണ്ടാകത്തുള്ളൂ. അപ്പൊ കാറ്റൊക്കെ എന്താണ്? പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് കാറ്റും ജലവും ഒക്കെ. ഇവയൊക്കെ ഗുരുവിന് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു അത്ഭുത ശക്തി ഗുരുവിനുണ്ടായിരുന്നു. അതുപോലെ അഗ്നിക്ക് അതീതനായിരുന്നു ഗുരു. അഗ്നിക്ക് ഗുരുവിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. മണ്ണന്തല ആനന്ദവല്ലീശ്വരിയുടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തിളച്ചു മറിയുന്ന ആ അഷ്ടബന്ധം ഗുരു ആ തൃക്കരങ്ങൾ കൊണ്ട് കോരിയെടുത്താണ് ആ പ്രതിഷ്ഠ അവിടെ നടത്തിയത്. ആ സമയത്ത് ഗുരുവിനെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു സതീർത്ഥൻ വിചാരിച്ചു ഇത് തിളച്ച വെള്ളമൊന്നും ആയിരിക്കത്തില്ല, ചുമ്മാ തണുത്തതായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കോരി ഒഴിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് ഭഗവാൻ അല്പം അഷ്ടബന്ധം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തെറുപ്പിച്ചു എന്ന് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവിശ്വാസത്തെ ഗുരു മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് തുള്ളി വീണപ്പോ തന്നെ പൊള്ളി. അപ്പം തന്നെ മനസ്സിലായി ഇത് സാധാരണ ഒരു തന്റെ കൂടെ ജീവിച്ച ഒരു സതീർത്ഥനല്ല, അതിനപ്പുറം നിൽക്കുന്ന സാക്ഷാത് ദൈവം തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് അരുവിപ്പുറത്ത് വെച്ചെന്ന് ചിലര് സൂചിപ്പിക്കുന്നുണ്ട്. ചിലര് പറഞ്ഞ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചെന്ന്. എവിടെ വെച്ചാണെങ്കിലും സംഭവം സത്യം തന്നെയാണ്. ഒരു അമ്മയും മകളും മഹാഗുരുവിനെ കാണാൻ ചെല്ലുകയാണ് ചെയ്യുന്നത്. ഒരു നീണ്ട ചാർട്ട് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. വലിയൊരു ഹോമം നടത്താൻ വേണ്ടിയുള്ള ചാർട്ടാണ്. കാരണം വീട്ടിൽ അപമൃത്യു, വീട്ടിലൊരു എല്ലാ അപകടങ്ങളും സംഭവിക്കുന്നു. ഇതൊക്കെ നടന്നപ്പോൾ ഇത്രയും 10,000 രൂപ, അന്നത്തെ കാലത്ത് 10,000 രൂപ എങ്ങാണ്ടാ പറഞ്ഞത്, അത്രയും രൂപയുടെ ഒരു വലിയ ഹോമം നടത്താൻ പറഞ്ഞു. അങ്ങനെ ഒരു ഹോമം നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിലെ ആ ദോഷങ്ങൾ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും രൂപയുടെ ഹോമം നടത്താനുള്ള പൈസയൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു ഗുരുസ്വാമിയെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഗുരു കാണാതിരിക്കില്ല എന്ന്. അവർ ഗുരുവിനെ കാണാൻ ചെന്നു. ഗുരുവിനോട് അടുത്ത് ചേർന്ന് നിന്ന ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനോട് ചോദിച്ചു, ഈ ചാർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തണം അല്ലേന്ന് ചോദിച്ചു. ഇതിന് ഇത്രയും രൂപയാകുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇത്രയും രൂപയാകും സ്വാമി, ഇത് നടത്തുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയം ഗുരു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മയോടും മകളോടും ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, നാം ഒരു ഹോമം നടത്തിയാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമോ എന്ന്. അപ്പോൾ അവര് പറയും, തൃപ്പാദങ്ങൾ അല്ല ഗുരുസ്വാമി എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അത് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു. കാരണം നമുക്ക് വിശ്വാസം നമ്മൾ ഉറച്ചുണ്ടായിരിക്കണം. അത് കയ്യാലപ്പുറത്തേക്കും തേങ്ങ പോലെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഓടി നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഓട്ടം നിൽക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഗുരുവർഷം നമ്മൾ അതിനെ ചിന്തയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ ഈ ഓട്ടമൊക്കെ നടക്കണോ, ഈ ഓട്ടം നിർത്തണോ എന്നൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ഉപാധിയാണ് ഈ നല്ല നല്ല പ്രഭാഷണങ്ങൾ ശ്രവിക്കുക, അതിലൂടെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ വായിക്കുക. ഗുരുവിനോട് ചേർന്ന് നിന്ന ഗുരുവിന്റെ ശിഷ്യന്മാർ എഴുതിയ കാര്യങ്ങൾ വേണം വായിക്കാൻ. എങ്കിലേ നമുക്ക് ഗുരുവിനെ അല്പമെങ്കിലും അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. സർവോപരി മഹാഗുരുവിനാൽ വിരചിതമായ ഗുരുദേവ കൃതികൾ തീർച്ചയായിട്ടും
ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ പാട് തോന്നും. പക്ഷെ അത് നിരന്തരം മനനം ചെയ്യുമ്പോൾ നമ്മൾ തെളിഞ്ഞു വരും സാധിക്കും ശ്രീനാരായണ ഗുരു ദൈവമല്ലാതെ മറ്റൊന്നുമല്ലെന്ന്. മറ്റൊന്നിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റത്തില്ല. ആ മഹാഗുരു ആ ചീട്ടില്ലേ, എന്താ വലിയ ഓലച്ചീട്ട് എഴുതി കൊടുത്തത് ഹോമമൊക്കെ നടത്താൻ വേണ്ടി, ഗുരു അത് തലകീഴായിട്ട് പിടിക്കുകയും തലകീഴായിട്ട് പിടിച്ചിട്ട് അതിന്റെ ചോട്ടിലേക്ക് ഗുരു തീ കൊളുത്തുകയും ചെയ്യുന്നു. തീ കൊളുത്തിയിട്ട് ഗുരു ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ ചോലക്കീറ്, അതായത് ചീട്ട് മുഴുവനൂടെ കത്തി 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 തീർന്ന്, പക്ഷെ ഭഗവാന്റെ കയ്യിൽ ഒരു പൊള്ളല് പോലും വന്നില്ല. എന്നിട്ട് ഇങ്ങനെ ചാരം ഭഗവാൻ കളയുമെന്ന് പറഞ്ഞു. കളഞ്ഞിട്ട് പറഞ്ഞു, ഹോമം കഴിഞ്ഞു, ഇനി ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആ അമ്മയും മോളും വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് തിരിച്ചുപോയി. അവരുടെ വീട്ടിലെ എല്ലാ ദോഷങ്ങളും തീർന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം വിശ്വാസമാണ്. ഈ വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം ഗുരുവില്. എന്റെ ഗുരുവിനാൽ സാധിക്കാത്തത് ഒന്നുമില്ല എന്ന വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് തീർച്ചയായിട്ടും മഹാഗുരു നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള അസാധാരണമായ കഴിവ് മഹാഗുരുവിനുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രാപ്തി എന്ന ഗുണമാണ് ഏഴാമത് പറയുന്നത്. പ്രാപ്തി എന്ന് പറഞ്ഞാൽ കുന്ന്, മല, കാട് ഇങ്ങനെയുള്ള യാതൊരു പ്രതിബന്ധങ്ങളും ഭഗവാനെ ബാധിച്ചിരുന്നില്ല. എവിടെയും എപ്പം വേണേലും പ്രത്യക്ഷപ്പെടാനുള്ള കഴിവിനെയാണ്. വേറെ ഒരു പ്രതിബന്ധവും ഗുരുവിനെ ബാധിച്ചിരുന്നില്ല. അതൊക്കെ നമുക്ക് ഗുരുവിനെ അനുഭവിച്ചറിയാൻ സാധിക്കും. കുന്നും മലകളും എല്ലാം താണ്ടി മഹാഗുരു നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അടുത്ത് എത്താറുണ്ട്. തീർച്ചയായിട്ടും അന്ന് സാധിച്ചെങ്കിൽ ഇന്നും അത് സാധിക്കും. ഒരിക്കലും ഒരു അമ്മയും മോളും മഹാഗുരുവിനെ നൽകണമെന്ന് വിചാരിച്ച് വർക്കല അടുത്ത സ്വദേശികൾ, കൊല്ലം സ്വദേശികൾ ആണെന്ന എന്റെ ഓർമ്മ. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവര് വിചാരിച്ചു, അവര് ഗുരുദേവനെ കണ്ടിട്ടേ ഇല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ഗുരുവിന്റെ അത്ഭുത സിദ്ധികളെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ട് അറിവുണ്ട്. ഒരു വാഴക്കൊല അവര് പഴുപ്പിച്ച് വെച്ച് അത് വർക്കലെ ഗുരുവിന് കൊണ്ട് സമർപ്പിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന. അതെല്ലാം പഴുപ്പിച്ച് വെച്ചു കഴിഞ്ഞപ്പം പഴുത്ത്, എന്നാൽ വണ്ടിക്കൂലി വേണ്ട അവിടെ ചെല്ലണമെങ്കിൽ. വണ്ടിക്കൂലി ഇല്ല. എന്ത് ചെയ്യുന്നോട്ട് അവര് സങ്കടപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു അവധൂതൻ അവരുടെ അടുത്ത് ചെല്ലും. അവധൂതൻ അവരുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഭിക്ഷ തരണമെന്ന് പറയും. അവര് പറയും ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പൊ ഗുരു പറയും, ഗുരുവാന്ന് അവർക്കറിയില്ല കേട്ടോ. ഈ അവധൂതൻ അവരോട് പറയും, അവിടെ പഴുത്ത വാഴക്കൊലയുണ്ടല്ലോ, അതിൽ 2 പഴം എനിക്ക് തരാൻ പറഞ്ഞു, നന്നായി പശിയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവര് പറഞ്ഞ് ഇതുപോലെ ഞങ്ങള് നാരായണ ഗുരുസ്വാമിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവധൂതൻ പറയും, സാരമില്ല, നമുക്ക് 2 തന്നെന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഗുരുസ്വാമി ഒന്നും നിങ്ങൾക്ക് ഒരു ശിക്ഷയും തരത്തില്ല, നമുക്ക് 2 പഴം തരാൻ പറഞ്ഞു. അങ്ങനെ അവര് മനസ്സില്ലാ മനസ്സോടെ 2 പഴം അവധൂതന് കൊടുക്കുകയും അത് ഭക്ഷിച്ച് തൃപ്തിയോടെ മടങ്ങുകയും ചെയ്യും. ആ പ്രാവശ്യം അവർക്ക് പൈസ കരുതി വെച്ചത് പോരായിക വന്ന് അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ പഴം കൊണ്ട് അവർക്ക് പോകാനും സാധിച്ചില്ല വർക്കലയിൽ. അവർക്ക് വളരെ സങ്കടമായി. വീണ്ടും അവര് ആദ്യം വണ്ടിക്കൂലിയാണ് സ്വരൂപിച്ച് വെച്ചത്. വണ്ടിക്കൂലിയൊക്കെ സ്വരൂപിച്ച് വെച്ച് വീണ്ടും ഒരു വാഴക്കൊലയൊക്കെ പഴുത്തതിന് ശേഷം ഈ വണ്ടിക്കൂലിയൊക്കെ റെഡിയായിട്ട് നേരത്തെ വെച്ചത് കൊണ്ട് നല്ല സുഖമായിരുന്നു പോകാന്. അവരെന്ത് ചെയ്ത് ആ വാഴക്കൊലയുമായിട്ട് വർക്കലയിൽ ചെന്ന് അവർ സന്യാസി എന്ന് വിചാരിക്കുമ്പോൾ കാഷായ വസ്ത്രം, രുദ്രാക്ഷ, ഇങ്ങനെയൊക്കെ ഒരു സന്യാസി എന്ന് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സന്യാസി ആയിരുന്നില്ല മഹാഗുരു. അവരതുകൊണ്ട് അവിടെ നിന്ന് സന്യാസിമാരുടെ ഓരോരുത്തരോടും ചോദിച്ച് ആരാണ് ഇവിടുത്തെ നാരായണ ഗുരുസ്വാമി എന്ന് ചോദിച്ച് ഇവർ അന്വേഷിച്ച് നടക്കുകയും ചെയ്തത്. ഇത് സ്വാമി ധർമാനന്ദജി നേരിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം രേഖപ്പെടുത്തിയതാ കേട്ടോ. അപ്പൊ ഈ ധർമാനന്ദ സ്വാമിജിയോടാ ചോദിക്കുന്നത്, ഗുരുസ്വാമിയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു ഗുരുസ്വാമി ഇന്നടത്താന്ന് പറഞ്ഞ് വൈദിക മഠത്തിൽ ഗുരു വിശ്രമിക്കുന്ന സമയത്ത് ഈ വാഴക്കൊലയായിട്ട് ഭഗവാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഇവര് വാഴക്കൊലയായിട്ട് ആ വൈദിക മഠത്തിൽ ചെന്ന് അകത്തേക്ക് നോക്കുകയും ചെയ്യുന്നു. അകത്തേക്ക് നോക്കിയ ഈ 2 സ്ത്രീകൾ പരിഭ്രമിച്ചു പോയി. കാരണം അന്ന് അവധൂതനായ അവരുടെ വീട്ടിൽ എത്തിയ ആളാണ് ആര്? അതിനകത്തിരിക്കുന്നയാള്. തീർച്ചയായിട്ടും ഭക്തര് പ്രാർത്ഥനാപൂർവ്വം വിചാരിച്ചു കഴിഞ്ഞാൽ കുന്നും മലയും ഇരുട്ടും ഒന്നിനെയും ബാധിക്കാതെ ഗുരു അവിടെ മുന്നിൽ ചെന്ന് ആ പ്രസാദം സ്വീകരിക്കുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. വാർണപ്പള്ളിയിൽ ഗുരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ സഖ്യത്തർക്ക് എല്ലാവർക്കും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ രാത്രിയിൽ വഴി അവർക്ക് നിശ്ചയമില്ലായിരുന്നു. എന്നാൽ പോകാത്തതുകൊണ്ടൊരു സങ്കടം അവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു.
ഭഗവാൻ അന്നേരം ആ സദ്യസ്ഥരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉത്സവത്തിന് പോകണമെന്ന് വലിയ താല്പര്യമാണോ? എങ്കിൽ നാം നിങ്ങളെ കൊണ്ടുപോകാം, നമ്മോട് കൂടെ പോരാൻ പറഞ്ഞു. അന്നും ഗുരുവിന്റെ പ്രവൃത്തികളിലേക്ക് അവർക്കൊരു വിശ്വാസമുണ്ടെന്ന് വാക്കുകളിലും തങ്ങളിലേക്കാൾ എന്തൊക്കെയോ പ്രത്യാദകൾ നാണുവിനുണ്ട് എന്ന് ഗുരുവിന്റെ സദസ്യർക്ക് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഗുരു പറഞ്ഞപ്പോൾ ഗുരുവിനോടൊപ്പം നടന്നു. ഗുരു പെട്ടെന്ന് തന്നെ ഒരു വഴിയിലൂടെ അവരെ ആ ക്ഷേത്രത്തിനടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നത്. എന്നാൽ അവര് ഉത്സവം എല്ലാം കഴിഞ്ഞ് നേരം വെളുത്ത് തിരിച്ചു വരാൻ നേരത്ത് അവര് നോക്കിയോടെ അങ്ങനെ ഒരു വഴിയേ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതെന്താണ്? ആ കാട്ടില് ആ പുഴയും കാടും ഒക്കെ ഉണ്ടായിരുന്ന താണ്ടി വേണം അവർക്ക് പോകേണ്ടത്. അതിനെയൊക്കെ ഭഗവാന്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഇല്ലാതാക്കി വളരെ പെട്ടെന്ന് തന്നെ അവരെ അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, എൻ്റെ അമ്മയുടെ അച്ഛൻ ചെറുപ്പത്തിൽ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്, മഹാഗുരുവിനെ കാണാൻ വേണ്ടി കുമരകത്തിൽ ചെല്ലുമ്പോൾ ഗുരു ധ്യാനത്തിൽ അവിടെ അന്ന് കുമാരനാശാൻ ഉണ്ടായിരുന്നെന്നും കുമാരനാശാന് പല്ലനിയിൽ രാത്രി തന്നെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് പല്ലനിയിൽ എത്തുകയല്ലേ വേണ്ടത്, അത് നാളെയല്ലേ, അത് നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറയുകയും അവിടെ കിടന്ന് ഉറങ്ങിയ കുമാരനാശാൻ അവിടെ നേരെ കണ്ണു തുറന്നപ്പോൾ പല്ലനയിലായിരുന്നു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചരിത്രം നമ്മുടെ മുൻ പ്രഭാഷക നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ അനുഭവം. ചിദംബരത്ത് ഭഗവാനോടൊപ്പം കിടന്നുറങ്ങിയ ആള് നേരം വെളുത്ത് കണ്ണു തുറന്ന് ചിദംബരത്താണ് എത്തിച്ചേർന്നത്. കാരണം ഇപ്രകാരം ഗുരുവിന് വളരെയധികം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഗുരുവിൽ പ്രകടമായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാണുന്ന ഒരാളെയല്ലേ നമുക്ക് ദൈവം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്രകാരമുള്ള മഹാസിദ്ധികൾ മഹാഗുരു ഉണ്ടായിരുന്നു എന്നത് യാതൊരു സംശയവുമില്ലായിരുന്നു. അപ്പോൾ കുന്നും കുഴിയും കാടും മേടും തീയും വെള്ളം ഒന്നും ഒരു തടസ്സവുമല്ലായിരുന്നു മഹാഗുരുവിന്. പിന്നെ എട്ടാമത്തെ മഹാഗുരുവിന്റെ ഒരു സിദ്ധിയാണ് പ്രാകാശം എന്ന് പറയുന്ന സിദ്ധി. അതായത് ഒരേ സമയം സ്വന്തം ശരീരത്തെ പലയിടങ്ങളിൽ ദൃശ്യമാക്കുക എന്നുള്ള സിദ്ധിയാണ്. അതെങ്ങനെയല്ലേ? ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സ്വന്തം ശരീരത്തെ പല സ്ഥലത്ത് പ്രകടമാക്കുക. ഇതും ഞാൻ ഓർക്കുന്നു, എൻ്റെ വലിയച്ഛൻ ഇതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഹാഗുരുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയുടെ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഭാഗ്യമായിരിക്കാം എന്നിലേക്ക് വാക്കുകളായിട്ട് ഗുരു നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അത് നാഗമ്പടത്ത് വെച്ചാന്നാ പറഞ്ഞത്. നാഗമ്പടത്ത് ഗുരുവിനെ കാണാൻ ചെല്ലുമ്പോൾ ഗുരു കുറച്ചു സമയം ആ ഗുരുവിന്റെ മേൽമുണ്ട് മുഖം മറച്ച് ഇരിക്കുക ചെയ്യുന്നത്. ഗുരു ധ്യാനത്തിലിരുന്ന് ഗുരുവിനെ ഉണർത്തത്തില്ലാരും. കുറെ സമയത്തിന് ശേഷം ഭഗവാൻ അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഗുരു കണ്ണു തുറക്കുകയോ ചെയ്തത്. കണ്ണു തുറന്നിട്ട് പറഞ്ഞു, നാം വർക്കലെ തുരുപ്പിൽ ഒരു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു പറഞ്ഞു. എന്തിനാ പോയത്? അവിടെ ഒരു പാലുകാച്ചന് നമ്മെ ക്ഷണിച്ചിരുന്നു. നാം ഇവിടെ വന്നപ്പോഴാ അവിടെ എത്തേണ്ട കാര്യം ഓർത്തെന്ന് നാം അവിടം വരെ പോയി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സ്വന്തം ശരീരത്തെ ഒരേ സമയം പല സ്ഥലത്ത് പ്രകടമാക്കാനുള്ള കഴിവ് ഭഗവാൻ ഉണ്ടായിരുന്നു. നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് പറയാം. ദിവ്യശ്രീ ചൈതന്യ സ്വാമികൾക്കുണ്ടായ അനുഭവം. 108 മന്ത്രങ്ങൾ കൊണ്ട് മഹാഗുരുവിന് പാദപൂജ ചെയ്യാൻ നമുക്ക് എഴുതി തന്ന ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൽ രചിച്ചത് ദിവ്യശ്രീ ചൈതന്യ സ്വാമികളെന്നും അനുഭവത്തിലൂടെയാണ് ഗുരു പൂജനീയനാണെന്നും മഹാഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം നമ്മളോട് വെളിപ്പെടുത്തി തന്നത്. അപ്രകാരം ചൈതന്യ സ്വാമികൾക്കുണ്ടായ അനുഭവമാണ് ഈ പുഷ്പാഞ്ജലി മന്ത്രം രചിക്കാനുള്ള കാരണം തന്നെ. ആലുവ അദ്വൈതാശ്രമത്തിൽ ഭഗവാനോടൊപ്പം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതുപോലെ തന്നെ അല്പസമയം ഗുരു ധ്യാനത്തിൽ അമരുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് മഹാഗുരു ചൈതന്യസ്വാമിയോട് പറഞ്ഞു, നാം ഇപ്പോൾ അരുവിപ്പുറം വരെ പോയി. അവിടെ ഒരു അമ്മ നമ്മെ പ്രതീക്ഷിച്ച് നമ്മെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ദർശനം നൽകാൻ വേണ്ടിയാണ് നാം അവിടം വരെ പോയതെന്ന് പറഞ്ഞു. ഇന്നാണ് നമ്മൾ എന്നാ ചെയ്താനെ? അന്നാരെ ഫോണത്ത് കുത്തി നോക്കും, ദേ ഇന്നയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്ന് അതിന് വല്ലതും പറ്റുമോ? അന്നൊന്നും പറ്റത്തില്ല. ചൈതന്യസ്വാമികൾ പറഞ്ഞതാരാണ്? തന്റെ ഗുരുസ്വാമി പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നു. പക്ഷെ ഉള്ളിലുണ്ടായിരുന്നു ഇതൊന്ന് അറിയണമല്ലോ, നേരാണോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരവസരത്തില് അരുവിപ്പുറത്ത് പോകാൻ സാധിച്ചു. അരുവിപ്പുറത്ത് ചെന്നപ്പോ ആദ്യം ചോദിച്ചത് എന്താണ്? നമ്മളെ കാര്യം പറഞ്ഞ പോലെ അല്ലേ ചോദിക്കൂലേ, ദേ ഇന്ന ദിവസം ഇന്ന സമയം ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ എത്തിയിരുന്നു എന്ന് അവരോട് ചോദിച്ചു. നേരാണെന്ന് അറിയണമല്ലോ അല്ലെ.
അപ്പോൾ അവർ ഇപ്രകാരമാണ് പറഞ്ഞത്. ഇവിടെ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരമ്മ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരമ്മ തൃപ്പാദങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഭജനമിരിക്കാൻ വന്നിരുന്നു. അമ്മയോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നെയ്യാറിൽ കുളിച്ച് മഹാഗുരുവിന്റെ തൃക്കരം കൊണ്ട് പ്രതിഷ്ഠാപിതമായ ശിവ ഭഗവാനെയും പ്രാർത്ഥിച്ച് ഗുരുവിനെ ധ്യാനിച്ച് ഇവിടെ ഇരിക്കുക. അമ്മയ്ക്ക് ഭഗവാൻ അനുഗ്രഹം തരാതിരിക്കില്ല. തീർച്ചയായിട്ടും സമർപ്പിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഗുരു നമുക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഈ അമ്മ പ്രാർത്ഥനാപൂർവ്വം അവിടെ ഇരുന്നു. ഒരു ദിവസം നെയ്യാറിൽ കുളിച്ച് ശിവഭഗവാന്റെ മുന്നിൽ കൈതൊഴുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കണ്ണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തുറന്നു കൊടുത്തു. ആ കണ്ണ് തടവി കൊടുത്ത് കണ്ണിലൊന്ന് തടവിയപ്പോൾ കാഴ്ച ലഭിക്കുകയാണ് നൽകിയത്. അതിനുശേഷം ആ അരുവിപ്പുറത്തെ ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാൻ നടന്നു മറിഞ്ഞ് ആ ശിവലിംഗത്തിൽ ലയിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ആ സ്വാമി ആ ശിവലിംഗത്തിലേക്ക് ആ ശിവലിംഗത്തിലേക്ക് മറഞ്ഞു പോയതെന്നാണ് ഈ അമ്മ പറയുന്നത്. ഈ സ്വാമിയാണ് എനിക്ക് കണ്ണിന് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ശിവഗിരിയിലെ ആ ആലുവായിലെ ആലുവായല്ല അരുവിപ്പുറത്തെ അന്തേവാസികൾക്കൊക്കെ സംശയം, ഏത് സ്വാമിയാണ് ഇവിടെ, ഏത് സ്വാമിയാണ് ഗുരു ഈ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ച നൽകിയെന്ന്. അവിടെ നിന്ന് ഓരോരുത്തരെയും കാണിച്ചു, ഈ സ്വാമിയാണോ ആ സ്വാമിയാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഈ സ്വാമികളൊന്നും അല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഗുരു ശരീരനായിരിക്കുന്ന സമയത്തും ഗുരു ഇല്ലാത്ത സമയത്ത് ഗുരുവിന്റെ ചിത്രം വെച്ച് പൂജിക്കുന്ന ഒരു സമ്പ്രദായം അന്നേ ഗുരു സശരീരനായിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അരുവിപ്പുറത്തും അതുപോലെ തന്നെ ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ മുന്നിൽ ചെന്നിട്ട് ഈ അമ്മ പറഞ്ഞു, ഈ സ്വാമിയാണ് എന്റെ കണ്ണിന് കാഴ്ച നൽകിയെന്ന്. എന്നിട്ട് ഈ സ്വാമി ആ ശിവലിംഗത്തിൽ മറഞ്ഞുപോയി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചൈതന്യ സ്വാമികൾക്ക് അവിശ്വസനീയമായി ഈ സംഭവത്തെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അനുഭവിച്ചവര് പറഞ്ഞു തരികയാണ് ചെയ്തത്. അങ്ങനെയാണ് മഹാഗുരുവിനെ പൂജിക്കാൻ വേണ്ടി 108 മന്ത്രങ്ങൾ, ആദ്യം ഒരു സ്തോത്രം, ഒരു മംഗള, അതിനുശേഷം ഒരു ധ്യാന ശ്ലോകം തന്നു. ധ്യാന ശ്ലോകത്തിന് 108 മന്ത്രങ്ങൾ, അതിനുശേഷം വിരാമധ്യാനം തന്നു. അങ്ങനെ മഹാഗുരുവിന് പൂജ ഇന്നും ശിവഗിരിയിൽ ഈ 108 മന്ത്രങ്ങൾ കൊണ്ടാണ് ഗുരുവിന് പൂജ ചെയ്യുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്നപ്പോൾ തന്നെ മഹാഗുരുവിന്റെ വത്സല ശിഷ്യന്മാർ ഗുരുവിനെ ഇരുത്തി പാദപൂജ ചെയ്തിട്ടുണ്ട് ഈ മന്ത്രങ്ങൾ കൊണ്ട്. സ്വാനുഭവത്തിലൂടെ ഒരേ സമയം പല സ്ഥലത്ത് ഭഗവാന് ചെല്ലാൻ സാധിച്ചിരുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ കാര്യം തന്നെ ഗുരു അദ്വൈതീപയ്ക്കകത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടും ഇങ്ങ് യോഗി. കാരണം ഗുരുവിന് സാധിക്കുന്ന കാര്യം തന്നെയാണ് ഗുരുവിന്റെ കൃതിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇപ്രകാരം ഒരവതാരത്തിനും അവർ ശരീരധാരണത്തോടെ ഇരുന്ന സമയത്ത് ഇത്രമാത്രം പൂജകള്, ഇത്രമാത്രം ആരാധന ലഭിച്ചിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗുരു ശരീരത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഗുരുവിനെ പൂവിട്ട് പൂജിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഹാഗുരു അഷ്ടൈശ്വര്യ സിദ്ധിയുള്ള സാക്ഷാത് ദൈവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മഹാഗുരുവിന്റെ കൃതികളിലൂടെ മനനം ചെയ്യുമ്പോഴും ഗുരുവിനോട് ചേർന്നിരുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരുടെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീനാരായണ ഗുരുദേവൻ ദൈവം തന്നെയാകുന്നു. ആത്മവിലാസത്തിൽ ഗുരു അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നാമും ദൈവവും ഒന്നാകുന്നു, നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ആ മഹാഗുരുവിന്റെ ശ്രീപാദങ്ങളിൽ എന്റെ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ സൈബസേനയുടെ എല്ലാ സാരഥികൾക്കും എന്റെ ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുന്നു. എന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്തേ, ധർമ്മം വിജയിക്കട്ടെ.